റാണിയമ്മേ, നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. റാണിയമ്മേ, അവയ്ക്കിന് രാജകീയ രീതികൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു റോയൽ ഗവർണൻസിനെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതോർത്ത് റാണിയമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് മുതൽ അവയ്ക്കിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവിഗ്ബണ്ണെ കുറിച്ച് എപ്പോൾ മുതലാണ് നീ വിഷമിക്കാൻ തുടങ്ങിയത്? എനിക്ക് മനസ്സിലായിടത്തോളം ശരൺ ബണ്ണ രാജാവായപ്പോ നീ അത്രയ്ക്കൊന്നും സന്തോഷിച്ചില്ലല്ലോ. അതെ, ശരിയാണാ പറഞ്ഞത്. അതായത് റാണിയം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. പക്ഷേ അത് ശരൺ രാജാവാകുന്നതിനോടനുബന്ധിച്ചല്ല. എന്റെ സന്തോഷക്കുറവ് അദ്ദേഹത്തിന്റെ കൂടെ പവിത്രയിടത്തെയും കൂടെ വന്നത് കണ്ടപ്പോഴാണ്. റാണിയമ്മയ്ക്ക് അറിയാവുന്നതിലെ അവര് കാരണമാണ് വീർഘടന് 12 വർഷക്കാലത്തോളം രാജാവില്ലാതെ നിൽക്കേണ്ടി വന്നതെന്ന്. പക്ഷെ ആ ബ്ലാസ്റ്റിന് ശേഷം ഞാൻ അവിക്കിനെ കണ്ടപ്പോൾ എനിക്ക് അവനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. അവനോട് ദയയും തോന്നി. അതുകൊണ്ടാണ് റാണിയമ്മ അവിക്കിനെ ഇപ്പോ വീർഘടനെ ഭാവി രാജാവായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചത് ഞാൻ ഇതിൽ റാണിയമ്മയെ സഹായിക്കാമെന്നാണ്. റാണിയമ്മേ, ഞാൻ റോൾ ഗവേൺസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. അവർ ഇതിനു മുന്നേ ഒരുപാട് രാജകുമാരന്മാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ബാക്ക്ഗ്രൗണ്ട് ചെക്കോ? റാണിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാതെ ഞാൻ അവയ്ക്കിനായി ഒരു റോയൽ ഗവർണൻസിനെ കണ്ടെത്തില്ലെന്നുള്ളത്. റാണിയമ്മ എന്നെ എത്ര പോലും വിശ്വസിക്കുന്നില്ലേ? നിന്റെ ചിന്തകളെക്കുറിച്ച് എനിക്ക് സംശയമില്ല. നിന്റെ കഴിവിനെ കുറിച്ചാണ് എനിക്ക് സംശയം. ഞാൻ നിനക്ക് നല്ലൊരു അവസരം തന്നതാണ്. നിന്റെ ഭർത്താവിനെ നല്ലൊരു രാജാവാക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തു പറയാനാ? ഇവിടെ നീ എന്നെ കബളിപ്പിച്ചു കളഞ്ഞു. അവിക് ബണ്ണയുടെ കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാ പ്രേം. ശരി. രാജകുമാര, ഈ റോയൽ ഡ്രസ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം ബ്രേക്ക് എടുക്കാമല്ലോ. ഒരു ലഞ്ച് ബ്രേക്ക് ആവശ്യപ്പെടാൻ ഇത് സ്കൂളൊന്നുമല്ല രാജകുമാര. ഇത് ആദ്യത്തെ ദിവസമാ. അവൻ ഇഷ്ടപ്പെട്ടു വരാൻ കുറച്ചു നേരം എടുക്കും. ഒരു രാജകുമാരൻ ഒരിക്കലും സ്വന്തം കംഫർട്ടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവൻ സ്വന്തം കംഫർട്ടിന് മുമ്പ് എപ്പോഴും തന്റെ പ്രജകളുടെ കംഫർട്ടിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഗവർണസ്? അവന്റെ മുന്നിൽ ഇരിക്കുന്നത് ആഹാരമാണ്. ഒരു രാജകുമാരൻ ഒരിക്കലും ആഹാരത്തെ അപമാനിക്കാൻ പാടില്ല. അവയ്ക്ക് ശ്രദ്ധിച്ചു കേൾക്കൂ. നീ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആഹാരം മൊത്തം കഴിച്ചു തീർക്കുന്നത് വരെ നീ ഈ മേശപ്പുറത്ത് നിന്ന് എഴുന്നേക്കാൻ പാടില്ല. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താന്നുള്ളത് ശ്രദ്ധിക്കുന്നതേ ഇല്ലേ? ഈ കാണുന്നതെല്ലാം നിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നിന്നോട് ആവശ്യപ്പെടുന്നത് നീ ചെയ്യണം. അതിനൊരു എക്സ്ക്യൂസും പറയേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായത് അവനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അവന്റെ വാശി മാത്രമാണ്, മറ്റൊന്നുമല്ല. അവന്റെ സിരകളിൽ ഓടുന്നത് രാജകീയ രക്തമാകാം. പക്ഷെ രീതികൾ കണ്ടാൽ വെറും കോളനിയിലെ പിള്ളേരെ പോലെയാണ്. ഇവന്റെ ഈ വാശികളാണ് നിങ്ങൾ ഇല്ലാതാക്കേണ്ടത് ഗവർണസ്. നിങ്ങളിവിടെ ഹയർ ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവനെ ഒരു രാജാവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെക്കുറിച്ച് വലിയ വലിയ കഥകളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ കേട്ട കഥകളൊന്നും വെറും നുണക്കഥകളല്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷട്ടപ്പ്. ഈ ആഹാരം മൊത്തം കഴിച്ചതിന് ശേഷമേ നീ ഇവിടെ എഴുന്നേൽക്കാൻ പാടൂ. മനസ്സിലായോ? രാജകുമാരനാണെന്ന് വെച്ച് ഇങ്ങനെയാണോ? കുറച്ചുകൂടെ മര്യാദയില്ല. ചേച്ചി സോറി അവിക്, നിന്നെ ഞാൻ ഇവിടെ തനിച്ചാക്കിട്ട് പോകാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം നിന്റെ ആവശ്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന്. അതുപോലെ നിന്നെയും. നീ എന്തിനു കരയുന്നേ അവിക്? നീ കരയിലെ ചേച്ചിയുണ്ടല്ലോ. എന്റെ അവിക്കൂട്ടം കരയാൻ പാടില്ല. കുഞ്ഞായിരിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ മുള്ളും. നമുക്ക് ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. രാജകുമാരൻ എങ്ങും പോകുന്നില്ല.
ഇന്ന് ചെയ്ത ഈ പ്രവൃത്തി നാളെ ഇനി ചെയ്യരുത്. അതുകൊണ്ടാണ് ഇവന് ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലായില്ല എന്താ നിങ്ങൾ രാജകുമാരൻ രാജകുമാരൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഈ ടാങ്കിന് പുറകിലുള്ള 7 വയസ്സുകാരനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു കുഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുക. മാത്രമല്ല അവനിപ്പോ വലിയൊരു ട്രോമയിലാ ഉള്ളത്. ഒരാളുടെ മേലെ പ്രഷർ വരുന്ന സമയത്ത് അവര് ചിലപ്പോ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യാറുണ്ട്. അവൻ കുഞ്ഞുകുട്ടിയാ. പിന്നൊരു കാര്യം, അവന് രാജകുടുംബത്തിലെ ചിട്ടകളും മര്യാദകളും പഠിപ്പിക്കലും മാത്രം നിങ്ങളുടെ ജോലി, ഇൻസൾട്ട് ചെയ്യലല്ല. വാ മോനെ. സമീരേട്ടാ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളെ ഇൻസൾട്ട് ചെയ്തതിനു ശേഷവും അവളെ നല്ല ജോലിയായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക. ജിയ, ഈ ലോകത്തിൽ സമീറിനെ ഇൻസൾട്ട് ചെയ്യാൻ ഒരാൾ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ഇവളുടെ അച്ഛനെ അമ്മയെ ഓർത്ത് ഞാൻ ഇവിടെ വെറുതെ വിട്ടേക്കുക. ഇനിയും എത്ര നാളേക്ക് നമ്മൾ ഇവളെ വിട്ടുവെക്കാൻ പോകുന്ന ചേട്ടാ? യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് യാർ. കറക്റ്റ് സമയം വരുമ്പോ ഇവക്ക് എന്താണോ പണി കൊടുക്കേണ്ടതുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഇതിനെ കാണിച്ചു തരാം. എന്താ മോനെ ഇത് ചോന്നിരിക്കുന്നേ? സോറി അവിക്, നിന്നെ അവരെ നന്നായി നോക്കുന്ന ഞാൻ കരുതിയ. പക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി മുതൽ നീ അവരുടെ അടുത്തേക്ക് പോകണ്ട. അവിക്കിന്റെ കാര്യങ്ങൾ നോക്കാനായി ഞാൻ ഹയർ ചെയ്തത് നിങ്ങളെയാണോ അതോ റോജയാണോ? എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ ഒരു 16 വയസ്സുള്ള പെൺകുട്ടി ഇടയിൽ മുടക്കം വരുത്തുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ ഡ്യൂട്ടി ചെയ്യാനുള്ള കഴിവില്ല എന്നാണോ? അങ്ങനെയല്ല മോഹിനി മാഡം. റോജ ആണെങ്കിൽ രാജകുമാരന്റെ സിസ്റ്ററാ. എന്നാ പിരിച്ചു വിട്ടോളൂ ചേച്ചി അനിയനിൽ നിന്ന്. ഒരു രാജകുമാരന്റെയും അവന്റെ ചുമതലകൾക്കും ഇടയിൽ വരുന്ന ആരെയും അവനിൽ നിന്ന് പിരിച്ചു നിർത്തുക. ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരാളെയും വരാൻ ഞാൻ അനുവദിക്കില്ല. അതേ കുട്ടാ, പിങ്കി പ്രോമിസ്. ഇപ്പൊ നീ തന്നെ നോക്കിക്കോ, വന്നിരിക്കുന്ന ആ മേഡത്തെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. അവരെ ഇവിടുന്ന് ഞാൻ പരക്കം വായിക്കും. ചുമ്മാ ഓടി നടന്ന് കളിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് റോജയ്ക്ക് അറിയാവുന്നത്? അവൾ എന്ത് ചെയ്താലും ശരി, പറഞ്ഞാലും ശരി, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ കുളിക്കുന്നേ? എന്താ കാണിച്ചേ? കഥകിന്റെ മുകളിൽ ആരും വെള്ളം വെച്ചിരിക്കുന്ന പാത്രം വെച്ചിരിക്കാ. ഐ സീ, ഇതുകൊണ്ടാണോ നനഞ്ഞു പോയേ? ഞാനിത് എന്റെ അനിയൻ ആവിക്കിന് വേണ്ടി ചെയ്തതാ. എന്താ നീ പറയുന്നേ? ആക്ച്വലി എന്റെ അനിയനുണ്ടല്ലോ, എന്ത് പറയാനാ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് അവൻ എപ്പം മുറിയെന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും വാതില് തുറന്ന ഉടനെ അവന്റെ മേലെ വെള്ളം വീഴും, അവന്റെ ഉറക്കവും പോവും. അല്ലേ മോനെ? പക്ഷെ നിങ്ങൾ അകത്തേക്ക് വന്ന് ഞങ്ങളുടെ വെള്ളം മുഴുവൻ വേസ്റ്റ് ആയി. ഞാൻ മൊത്തം നനഞ്ഞു. സോറി ആക്ച്വലി നിങ്ങളൊരു കാര്യം ചെയ്യേ, അതിനകത്ത് ഡ്രയർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം.
എന്റെ ദൈവമേ, ഇന്ന് ഞാൻ റാണി മേഡത്തിനെ കാണാനിരുന്നയാ, എല്ലാം നശിപ്പിച്ചു. നിനക്കെന്താ കണ്ണു കാണില്ലേ? ആദ്യത്തെ ദിവസം റാണി മേഡത്തിനെ ഇങ്ങനെയാണോ കാണുന്നേ? ഇന്ന് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. നോക്ക്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇനിയാണ് തമാശ. ഇത് പ്രതീക്ഷിക്കാതെ നടന്നതല്ല. ഇത് നിന്റെ കുസൃതിയാണ് റോജ. നിന്നെ കുറിച്ച് തീർച്ചയായിട്ടും റാണി മേഡത്തിന് ഞാൻ പറയാൻ പോവാ. അയ്യോ, Come on. അതെന്താണ് അറിയോ, ഞാൻ ഈ താഴെ വീണ പുഴുക്കളെ തൊടാറില്ല. റോ ജാ See you. എന്ത് ചെയ്താലും വെറുതെ ആവശ്യമില്ലാതെ ഈ സമീർ കേറി വരും. സോറി റാണി മാഡം, ഇതിനപ്പുറം എനിക്ക് ജോലി നോക്കാൻ വയ്യ. രാജകുമാരന് ട്രെയിനിങ് കൊടുക്കാനല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ. പക്ഷേ അവന് 16 വയസ്സിൽ കുസൃതി കാട്ടുന്ന ഒരു ചേച്ചി ഇരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആ 16 വയസ്സ് കുസൃതിക്കാരി പെണ്ണ് ഒന്നിനും ആഗ്രഹിക്കുന്നില്ല. അവൾ രാജാവാകുന്നത് അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് മര്യാദ എന്തെന്നറിയില്ല. എനിക്ക് സംശയമുണ്ട് അവൾ ഈ വലിയ കുടുംബത്തിൽ ചേർന്നവളാണോ എന്ന്. ഗവർണസ്, എന്ത് തന്നെ സംഭവിച്ചാലും അത് ഇല്ല. ആ കുട്ടി ഈ കൊട്ടാരത്തിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് വരില്ല. റാണി മേഡത്തിന് വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കും എന്റെ ജോലിക്കും ഇത് നാണക്കേടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ റോജി കാരണം ഇന്ന് വരെ ഉണ്ടാവാത്ത പ്രശ്നമാണ് ഇപ്പൊ ഈ ഇതിഹാസത്തിൽ ഉണ്ടായേക്കുന്നത്. ഒരു ഗവർണൻസ് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. നമുക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന്. ഓവർ റിയാക്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ റോജ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. രക്തത്തിൽ തന്നെ മര്യാദകേടുള്ള ഒരുവൾക്ക് അതിനൊന്നും പ്രത്യേകിച്ച് കാരണം വേണ്ട. റാണിയമ്മേ, എന്റെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരു രാജാവിന്റെ കാര്യങ്ങൾ നോക്കാൻ പാകത്തിന് റോജയ്ക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നാദ്യമായാണ് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഒരു ഗവർണസിന്റെ മുന്നിൽ നമ്മൾ നാണം കെട്ടി നിൽക്കേണ്ടി വന്നത്. നാളെ ഇത് വേർഗഡിന്റെ മൊത്തം ജനങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ തല ഉയർത്തി നടക്കും റാണിയമ്മ? സ്കൂളിലും അവൾ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്കൂളിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ ആൻറ്റി. ഷൂ പോലും മര്യാദക്കിടില്ല, നമ്മുടെ റോയൽനെസ്സിനെ ഫോളോ ചെയ്യുന്നില്ല. അവിടെ അങ്ങനെ വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ റോയൽ പാലസിന് ഇതൊരു അപമാനമല്ലേ? ഐ എം സോറി റാണിമ, ബട്ട് എൻ്റെ ആൻറ്റി എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്. അതിലൊരു 5% പോലും അവളുടെ കയ്യിലില്ല. കാരണം ഒരു മനുഷ്യനും മനസ്സമാധാനമില്ല. പക്ഷെ റാണിയമ്മേ, നിങ്ങൾക്ക് മാത്രം
ഹേയ് റോജ, ഞാനിപ്പോ വരാമേ. ഈ രാജകൊട്ടാരത്തിനൊരു മാന്യതയുണ്ട്. അത് നീ മണ്ണോട് മണ്ണാക്കി കളഞ്ഞു. റാണി മതി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇപ്പൊ നീ കേട്ടോ. ഈ സിംഹാസനത്തിന് എന്തുകൊണ്ടാണ് ഇത്ര ബഹുമാനം ഉള്ളതെന്നറിയാമോ? കാരണം ഇന്നേ വരെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രജകൾ ഞങ്ങളെ കുറ്റം പറയുന്നത് പോലെ പെരുമാറിയിട്ടില്ല. പക്ഷെ ഇന്ന് കേറി വന്നവള് നമ്മുടെ കൊട്ടാരത്തെ തന്നെ തരം താഴ്ത്തി സംസാരിച്ച് ഒരു ചോദ്യചിഹ്നമാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യം പുറത്തെല്ലാവരും അറിയാൻ പോവുകയാണ്. എല്ലാരും ചിരിക്കും, പരിഹസിക്കും. ഇതിനൊക്കെ എന്താ കാരണം? നിന്റെ അധിക പ്രസംഗം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിന്റെ ചോരയിൽ പാരമ്പര്യമില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് നമ്മുടെ കൊട്ടാരത്തെ അശുദ്ധമാക്കാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും. നീ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. എല്ലാ കാര്യത്തിനും ഒരു അതിർത്തിയുണ്ട്. പക്ഷെ നീ ആ അതിർത്തികളെല്ലാം കടന്നിരിക്കുകയാണ്. ഇതുവരെ നീ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. പക്ഷെ ഇന്ന് നീ ചെയ്തിരിക്കുന്നത് ഒരു മഹാ അപരാധമാണ്. ഈ അപരാധത്തിനുള്ള ശിക്ഷ നീ തീർച്ചയായും അനുഭവിച്ചേ പറ്റൂ. റാണിയമ്മ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ദീപാവലിയുടെ അന്ന് മമ്മിയും പപ്പയും അവിക്കൻ എന്തുകൊണ്ടാ റോയൽ ഡ്രസ് ഇടാതിരുന്നേന്ന്? എന്താന്ന് വെച്ചാ അവന് പട്ടുവസ്ത്ര അലർജിയാ. ശരീരം മുഴുവൻ റാഷസ് വരും. ഞാൻ പറഞ്ഞത് ഇനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ? ആ ഗവർണസ് ഇവിടുന്ന് ഭയങ്കര ഇഷ്ടാണ്. അതുപോലെ അമ്മയ്ക്ക് പായസത്തിലുള്ള മുന്തിരി ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്റെ അമ്മ പായസത്തിൽ അത് ഇടാറേ ഇല്ല. എന്താന്നറിയോ? കാരണം അവയ്ക്കിന് അത് ഒട്ടും ഇഷ്ടമല്ല. നീ എന്നോട് ധിക്കരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല. കാരണം വെള്ളം കുടിച്ചാ അവന് ചുമ വരും. റാണിയമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? അവൻ എപ്പോഴും രാത്രി ഉറങ്ങുമ്പോ പേടിച്ച് ഞെട്ടി എണീക്കാറുണ്ട്. കാരണം അവൻ ദുസ്വപ്നങ്ങൾ കാണും. അവന്റെ പില്ലോടെ അടിയിൽ ഇരുമ്പ് സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ അവനൊരിക്കലും അവന്റെ പേടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പേടിച്ച അവന്റെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഗവേണൻസിന് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല റാണിയമ്മ. ഇൻഫാക്ട് ഈ കാര്യങ്ങളൊക്കെ അവരോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ വഴക്ക് പറഞ്ഞു. ഷട്ടപ്പ്. ഈ ആഹാരം മൊത്തം കഴിച്ച് തീർന്നതിന് ശേഷമേ നീ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? രാജകുമാരനാണെന്ന് വെച്ച് നിനക്ക് മര്യാദയില്ലേ? റാണിയമ്മ, ഈ സമയത്ത് അവയ്ക്ക് ഒരു കടലാസ് പൂ പോലെയാണ്. ഒരു ചെറിയ കാറ്റടിച്ചാ മതി, അവ പറന്നു പോവും. ഇതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. കാറ്റല്ല, എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാലും ഞാൻ എന്റെ അനിയനെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് നിൽക്കും. അവനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. I'm really sorry, റാണിയമ്മ. I'm really sorry. റാണിയമ്മ, എനിക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും തന്നോളൂ. ഞാനത് സ്വീകരിച്ചോളാം. പക്ഷെ പ്ലീസ് എന്നെ എന്റെ അനിയന്റെ അടുത്തൊന്ന് മാറ്റി നിർത്തരുത്.
എനിക്കല്ലാതെ നമ്മുടെ അവിഘ്ന പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അവൻ സംസാരിച്ചില്ലെങ്കിലും അവൻ പറയാമെന്നതല്ല എനിക്ക് മനസ്സിലാവും. അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അവനെ കാണുമ്പോ തന്നെ മനസ്സിലാവും. അവൻ സംസാരിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ അവന്റെ ശബ്ദമായിരിക്കും. ഞാനില്ലെങ്കിൽ ഈ കൊട്ടാരം തന്നെ അവനൊരു കാരാഗ്രഹമായിരിക്കും. റാണിയമ്മ പറ, റാണിയമ്മ ഇതാണോ ആഗ്രഹിക്കുന്നത്? വീർഘട്ടിന്റെ ഭാവി രാജാവ് ഒരു തടവുകാരനായിട്ടാണോ വളരേണ്ടത്? അവിക് ബണ്ണ, വാ മോനെ, എന്റെ അടുത്തേക്ക് വാ മോനെ.